ഹായ് ഗൈസ്, ഡി ജെ ഓസ്മോ പോക്കറ്റ് 3 ഇത് നമ്മൾ പുതുതായിട്ട് മേടിച്ച ഒരു ക്യാമറയാണ്. ഇതിൻ്റെ ജസ്റ്റ് ഒരു അൺബോക്സിങ് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ഡീറ്റെയിൽഡ് റിവ്യൂ നമ്മളിത് ഉപയോഗിച്ചതിന് ശേഷം ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഇതൊരു ക്രിയേറ്റർ കോംബോ ആണ്. ഞാൻ എടുത്തു പറയാൻ കാരണം ഈ ക്യാമറ രണ്ട് രീതിയിൽ മേടിക്കും. നമുക്ക് ഈ ക്യാമറ മാത്രമായിട്ടും മേടിക്കാൻ പറ്റും, അല്ലെങ്കിൽ ക്രിയേറ്റർ കോംബോ എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ പാക്കായിട്ടും മേടിക്കാൻ സാധിക്കും. ഞാനത് അൺബോക്സിങ്ങിൻ്റെ ഇടയിൽ പറഞ്ഞുതരാം അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാൻ ഒരു പ്രാവശ്യം പൊട്ടിച്ചതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്രിയേറ്റർ കോംബോ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പാക്കിങ്ങിലാണ് വരുന്നത്. ഇതാണ് അതിൻ്റെ പാക്കിങ്. ഇത് നമുക്ക് കേസ് ഈസി ആയിട്ട് കൊണ്ടു നടക്കാം, മാറ്റിക്കാം. അതിൻ്റെ കൂടെ ഉള്ളതാണ്. പിന്നെ എൻ്റെ കുറേ കൊച്ചു പുസ്തകങ്ങൾ, അത് നമുക്ക് ആവശ്യമില്ല, മാറ്റിക്കാം. ഇതിൻ്റെ ഒരു ക്യാരിങ് കേസാണ്, നമുക്ക് ക്യാമറ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യാരിങ് കേസാണ്. കണ്ടോ, ഇവിടെ ഇതിൻ്റെ ഒരു വൈഡ് ആംഗിൾ ലെൻസ് വയ്ക്കാം. ഇവിടെ നമ്മൾ അതിൻ്റെ മൈക്ക് ഒക്കെ വയ്ക്കാം. ക്രിയേറ്റർ കോംബോയിൽ മാത്രമേ മൈക്കുള്ളൂ. ഞാൻ കാണിച്ചു തരാം. ക്രിയേറ്റർ കോംബോയുടെ കാര്യം ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഇതെൻ്റെ ക്യാരിങ് കേസാണ്. അത്യാവശ്യം പ്ലാസ്റ്റിക് കേസാണ്, പക്ഷേ നല്ലൊരു കേസാണ്. അകത്തൊക്കെ ഒരു സ്പോഞ്ച് മെറ്റീരിയലൊക്കെ കൊടുത്തിട്ടുണ്ട്. മാറ്റിക്കാം. ഇനി നമുക്ക് ഈ ബോക്സ് തുറന്ന് നോക്കാം. ഇതിനകത്താണ് നമ്മുടെ സാധനങ്ങൾ ഫുള്ള് ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞ ഓൾറെഡി ഞാനിത് അൺബോക്സ് ചെയ്ത് കുറച്ച് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തതാണ്. ഔട്ടായിരിക്കുന്നത് ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം, ഓസ്മോ പോക്കറ്റ് 3. നമ്മൾ ക്രിയേറ്റർ കോംബോ അല്ലാണ്ട് മേടിക്കുമ്പോൾ ഈ സാധനം മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. ഇത് ഇൻബിൽറ്റ് ആയിട്ടൊരു ബാറ്ററി ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിത് മാത്രമാണ് കിട്ടുന്നത്. ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറയുകയാണ്, ഇത് മാത്രമായിട്ട് നിങ്ങൾ മേടിക്കാൻ നിൽക്കരുത്. ഇത് മാത്രമായിട്ടാണെങ്കിൽ എനിക്ക് തോന്നുന്നു 49 സംതിങ് ആണ്. ഒരു ക്രിയേറ്റർ കോംബോ ആയിട്ട് മേടിക്കുമ്പം 68 രൂപയോളം വരുന്നുണ്ട്. സോ നമുക്കിത് മാറ്റി വയ്ക്കാം. പിന്നെ അതിനകത്തുള്ളതൊക്കെ ഒരു മൈക്കുണ്ട്, നേരത്തെ ഡി ജെ ഇടുന്നൊരു മൈക്കുണ്ട്, ഒരു ട്രൈപോഡുണ്ട്. ഇത് നമുക്ക് അതിൻ്റെ ഒരു ഗ്രിപ്പായിട്ട് മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ക്രിയേറ്റർ കോംബോയിൽ വരുന്ന അടുത്ത സാധനമാണ് എൻ്റെ ഒരു ബാറ്ററി, എക്സ്ട്രാ ബാറ്ററി. സോ ഈ എക്സ്ട്രാ ബാറ്ററി, ഈ മൈക്ക് എന്നിവയൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ ക്രിയേറ്റർ കോംബോ മേടിക്കും. എക്സ്ട്രാ ബാറ്ററി നിങ്ങൾ മസ്റ്റായിട്ട് മേടിച്ചിരിക്കണം. ഞാൻ അതിൻ്റെ കുറച്ച് വീഡിയോസ് എടുത്തത് കൊണ്ട് ഞാൻ പറയുക, ചാർജ് നിൽക്കാൻ വളരെ പാടാണ്. പക്ഷേ ഇതിൻ്റെ വിഷ്വൽ ക്വാളിറ്റിയൊക്കെ ഓസമാണ്. ഞാനത് മേടിക്കാനുള്ള മെയിൻ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ കോമ്പാക്റ്റ് സൈസ് ആൻഡ് വിഷ്വൽ ക്വാളിറ്റിയാണ്. പിന്നെ ഇതിൻ്റെ ഓവറോൾ എക്സ്പീരിയൻസ് ചെയ്തിട്ട് നമുക്കൊരു വീഡിയോ ഫുള്ളായിട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഇതിനകത്ത് കിട്ടുന്നത്. ഇത് വേറെ വയ്ക്കാട്ടോ, ഇതിൻ്റെ കൂടെ ഉള്ളതല്ല. അപ്പോൾ ഇത്രയൊക്കെ തന്നെ കിട്ടുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് റിവ്യൂ വേണമെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞാൽ നമുക്ക് ചെയ്യാം.